പ്രിയപ്പെട്ട സഹോദരന്മാരെ, യുവാക്കളോട് എനിക്ക് സ്നേഹത്തോടെ പറയാനുണ്ട്, മക്കളെ, ഇന്നത്തെ സാഹചര്യം വളരെ മോശമാണ്. നോക്കൂ, ഇന്ന് നമുക്ക് ഏറ്റവും പരീക്ഷണം സോഷ്യൽ മീഡിയ. എന്താണ് സോഷ്യൽ മീഡിയ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് ന്യൂസ് പേപ്പർ, ഒരു റേഡിയോ, ഒരു ടെലിവിഷൻ, ഇതൊക്കെയായിരുന്നു മീഡിയ, അല്ലേ? നമ്മൾ എന്ത് വായിച്ചാലും എന്ത് കേട്ടാലും വൺ വേ സപ്പോർട്ട് ചെയ്യുന്ന പത്രം എന്ത് പറയുന്നു അത് നമ്മൾ വായിക്കുന്നു. റേഡിയോ എന്ത് പറയുന്നു അത് കേൾക്കുന്നു. ടെലിവിഷൻ എന്ത് പറയുന്നു അത് കേൾക്കുന്നു. തിരിച്ചതിനോട് നമുക്ക് സംവദിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ നോക്കൂ, സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ വന്നതോടുകൂടി, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ വാട്സാപ്പ്, ട്വിറ്റർ, ഇതെല്ലാം വന്നതോടുകൂടി നമ്മോട് സംസാരിക്കുന്നു, നമുക്ക് തിരിച്ചും സംസാരിക്കാം. ചാറ്റ് GPT എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ട്. എന്ത് ചോദിച്ചാലും മറുപടി പറയും. എന്ത് ചോദിച്ചാലും മറുപടി പറയും. AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്താണത്? സുഹൃത്തുക്കളെ, അത് തന്നെയാണ് ഈ റോബോട്ടും. ഒന്നുകൂടി പരിഷ്കരിച്ചു എന്നാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോളേജിൽ പോയി പഠിച്ച് ഡിഗ്രി എടുത്ത യുവാക്കൾ ധരിക്കുന്നത് ഇതാണ് ദൈവം എന്നാണ്. എന്നാൽ ഇതൊക്കെ ഉണ്ടാക്കിയതാരാ? മനുഷ്യന്റെ ബ്രെയിനല്ലേ, മസ്തിഷ്കമല്ലേ ഉസ്താദേ, അല്ലേ? എന്താ അള്ളാഹു തന്നിരിക്കുന്ന ഈ മസ്തിഷ്കം, തലയോട്ടിക്കകത്ത്? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സെറിബ്രവും സെറിബെല്ലവും, നമ്മുടെ സുഷുപ്ന, അതിന് അള്ളാഹു ഇത്ര ഭദ്രമായിട്ടാണ് കൊണ്ടുപോകുന്നത്. നോക്കൂ, നട്ടല്ലിനകത്തുകൂടി കൊണ്ടുപോയി തലച്ചോറുമായി ബന്ധിപ്പിക്കുകയാണ്. സുഷുമ്ന, ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്. അലം നജ്അൽ ലഹു ഐനൈൻ, മനുഷ്യന് നാം രണ്ട് കണ്ണുകൾ തന്നില്ലേ? വലിസാനൻ വശഫതൈൻ, ഒരു നാവും തന്നില്ലേ? രണ്ട് ചുണ്ടുകളും തന്നില്ലേ? വഹദൈനാഹുൻ നജ്ദൈൻ, മനുഷ്യന് നാം ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും പാത വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തില്ലേ? കണ്ണ്, അല്ലാഹ് കണ്ണിന്റെ നിഅമത്തെന്താ? കരളിന്റെ നിഅമത്തെന്താ? കിഡ്നി, അല്ലേ? ഇന്ന് കിഡ്നിക്ക് മാർക്കറ്റിൽ ചുരുങ്ങിയത് 30 ലക്ഷം രൂപ വിലയുണ്ട്. ഓപ്പറേഷന് വേറെ, അതിനു മുമ്പുള്ള ചികിത്സ വേറെ, അത് ഡൊണേറ്റ് ചെയ്യാൻ ആള് വരും, അവർക്ക് വേറെ കൊടുക്കണം. അള്ളാഹു തന്ന 2 കിഡ്നി, ഒരെണ്ണം മതി, ഒന്ന് സ്റ്റെപ്പിനിയാ. എന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? അള്ളാഹു തആല പടച്ചോൻ നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, ഫേസ്ബുക്കിൽ 271 കോടി ജനങ്ങൾ അതിൽ ചേർന്ന് കഴിഞ്ഞു, അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു. 271 കോടി. വാട്സാപ്പിൽ 242 കോടി ജനങ്ങൾ ചേർന്ന് കഴിഞ്ഞു. മൊത്തം ഇന്ന് ലോകത്ത് 840 കോടി ജനങ്ങളുണ്ട്. 700 കോടിയൊക്കെ പോയി കേട്ടോ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ഞാനും നിങ്ങളും ഈ മൊബൈലിനകത്താണ്. അതില്ലാതെ നമുക്ക് പറ്റൂല, അല്ലേ ഉസ്താദേ? കുറ്റം പറയല്ല കേട്ടോ, ജീവിതത്തിന്റെ ഭാഗമായി മാറിപ്പോയി. നോക്കൂ, അതിന് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. യുവാക്കളെ, സോഷ്യൽ മീഡിയ കൊണ്ട് ഗുണങ്ങളുണ്ട്. എന്താ? കണക്ടിവിറ്റി. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുമുള്ള മനുഷ്യനുമായി സംസാരിക്കാം, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. കണക്ടിവിറ്റി, അത് സോഷ്യൽ മീഡിയ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ. നോക്കൂ, കോവിഡ് പാൻഡമിക് വന്നപ്പോ നമ്മളൊക്കെ വിചാരിച്ചു മദ്രസ പൂട്ടി, സ്കൂളും പൂട്ടി. അപ്പോഴാണ് ആ ദൗത്യം ആരെ ഏറ്റെടുത്തു? സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു, അല്ലേ? ഏറ്റെടുത്തില്ലേ ഉസ്താദേ? എല്ലാ ക്ലാസ്സും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു. സഹോദരന്മാരെ, ദൂഷ്യങ്ങളുമുണ്ട് ഇതിന്. പഴയ സംഭവങ്ങളൊന്നും പറയണ്ട, പുതിയത് ഈ ആഴ്ചയിൽ നടന്ന സംഭവം നോക്കൂ. മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ 16 വയസ്സുള്ള ഒരു ബാലൻ, 14 വയസ്സുള്ള ഒരു ബാലൻ, 14 വയസ്സുള്ള 8ാം ക്ലാസ്സിലോ 9ിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സ്കൂളിൽ നിന്നും അതാ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി
വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന്റെ പിന്നിലുള്ള പൊന്തക്കാട്ടിൽ കൊണ്ടുപോയി യൂണിഫോം കൊണ്ട് തന്നെ കൈകൾ പുറകിലേക്ക് കെട്ടി അവസാനമായി തൻ്റെ ആഗ്രഹം നടപ്പിലാക്കി മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തി, കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മകളോ നിങ്ങളുടെ മക്കളോ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് ദുഃഖിച്ചേനെ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതാരാണ് ഇതിവിടെ കൊണ്ടുവന്നത്? ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? വലിയ അപകടകാരിയാണ് ഈ പ്രേമം എന്ന് പറയുന്നത് കേട്ടോ. ആരും പ്രേമിച്ചേക്കല്ലേ. ഞാൻ ഒരിക്കൽ ഗൾഫിൽ പോയപ്പോൾ എന്നോട് യുവാക്കൾ പറഞ്ഞു, ഉസ്താദ് ഈ സ്കൂൾ ഗ്രൗണ്ടിലാണല്ലോ പരിപാടിയൊക്കെ, ടീച്ചറുടെ കോട്ടിന്റെ പുറകെ സ്റ്റുഡൻസ് എഴുതാൻ തുടങ്ങി ഐ ലവ് യു. സ്വന്തം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ കോട്ടിന്റെ പിന്നിൽ ഐ ലവ് യു. എങ്ങനെയുണ്ട്? തഴവ ഉസ്താദ് മനോഹരമായിട്ട് ആ ഭാഗം പാടിയിട്ടുണ്ട്. പാടട്ടെ? ഭയങ്കര സാഹിത്യത്തിലാ പാടിയിരിക്കുന്നത്. അതൊരു മുത്താണ്. അള്ളാഹു തആല ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഉസ്താദിന്റെ ദർജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി, ഒരുമിച്ച് കണ്ടാലുണ്ട് കുണ്ടാമണ്ടി, മിണ്ടിക്കഴിഞ്ഞാൽ ഒന്നു തന്നെ രണ്ടും, കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും. ഉണ്ടോ? ഇത് രണ്ടും കാന്തവും ഇരുമ്പുവാ. ഭയങ്കര ആകർഷണീയതയാ ഇതിന്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്ന് നോക്കാം. ഞാൻ ആ ഹദീസ് ഓതി പ്രസംഗിച്ചപ്പോൾ ഒരു യുവാവ് എന്നോട് ചോദിച്ചു, അത് നീട്ടി നോക്കിയാൽ കുഴപ്പമുണ്ടോ ഉസ്താദേ? ഒരു നോട്ടം ജായിസാണ്, അതൊന്ന് നീട്ടി തല മുതൽ കാല് വരെ നീട്ടി നോക്കാവോന്ന്. മനസ്സിലായില്ലേ? അലിയാർ തങ്ങളോടാണല്ലോ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ, അല്ലേ? ലാ തുത്ബിഇൻ നളറ അൻ നളറ ഫഇന്ന ലക്കൽ ഊല വലൈസത് ലക്കൽ ആഖിറ. ഒരു നോട്ടം നിനക്ക് പാടുണ്ട്, രണ്ടാമത്തെ നോട്ടം പാടില്ല. നീ നോട്ടത്തെ നോട്ടം കൊണ്ട് തുടർത്തരുത്. ഉണ്ടോ? അതേ ഹബീബായ റസൂലുള്ളാഹി അവിടെന്ന് പറഞ്ഞു, അഴകുള്ള ഒരു സ്ത്രീ നടന്നു പോകുന്നത് നീ കാണുമ്പോൾ നീ അവിടെ നിന്റെ കണ്ണ് താഴ്ത്തിയാൽ നിനക്ക് ഞാൻ ഒരു ഈമാൻ, അതിനൊരു ഹലാവ, ഒരു ടേസ്റ്റും മാധുര്യവും ഉണ്ടാവും, പകരം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ദർജയിലെത്തണം. അത് 55 ആയാലും എത്താൻ പാടാ, 60 ആയാലും എത്താൻ പാടാ, അല്ലേ? എത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞില്ല ആരും? പടച്ചവനെ, ആകെ ലൈഫ് എന്ന് പറയുന്ന 60, 65, 70 കൊല്ലമേ ഉള്ളൂ. മനസ്സിലായില്ലേ? പണ്ട് കാർദവന്മാരെ ഹജ്ജിന് പോവാ. എന്താ അറിയോ? പരമാവധി തെറ്റ് ചെയ്ത് തൗബ ചെയ്തിട്ട് പോവാം. ഇപ്പൊ ചെറുപ്പക്കാരാ പോകുന്നത്. ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും, ഉംറ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും തെറ്റ് ചെയ്യും, തൗബ ചെയ്യും, വീണ്ടും പോകും. എത്രയാ ഉംറയ്ക്ക് ഇപ്പൊ പോകുന്നവരില്ലേ? ഒരുപാട് ഇങ്ങനെ പോവുക ഉംറയ്ക്ക്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഹംസ അഹ്സനി ഉസ്താദ് അട്ടീരി ഇപ്പൊ എന്നോട് പറഞ്ഞു, വലിയ പറമ്പിൽ ഉസ്താദിന്റെ മഹലിൽ അതാ ഒരു അബ്ദുസ്സലാം മരണപ്പെട്ടു. അദ്ദേഹം ഖത്തറിൽ നിന്ന് വരികയാണ്, അബുദാബിയിൽ നിന്ന് ഒമാൻ വഴി വരികയാണ്. ഒമാനിൽ വെച്ച് അതാ അദ്ദേഹം മരണപ്പെട്ടു. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഒരു ശരീരത്തിനും അറിയില്ല അടുത്ത നിമിഷം സമ്പാദിക്കുമോ നഷ്ടപ്പെടുത്തുമോ. വമാ തദ്രീ നഫ്സുൻ, ഒരു ശരീരത്തിനും അറിയില്ല ബിഅയ്യി അർളിൻ തമൂത്, ഏത് മണ്ണിൽ വെച്ച് മരണപ്പെടുമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഉസ്താദ് മയ്യത്തിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, സ്വന്തം മഹലിലാണ്. ഞാൻ പറഞ്ഞു കുറച്ച് സമയം ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരിക്കാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, ഞാൻ ഓതിപ്പടിച്ച സ്ഥലത്തിന്റെ അടുത്താണ് ആട്ടീരി. എൻ്റെ ഉസ്താദിനെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഉസ്താദ് തിരിച്ചറിഞ്ഞു. കോട്ടക്കൽ, പറപ്പൂര്, വീണാലിക്കല് ചെറിയ ഹൗദില്ലേ, നമ്മുടെ കാല് എഴുതുന്ന ഹൗദിനോട് ഏറ്റവും അടുത്ത കബർ ഞങ്ങളുടെ ഉസ്താദിന്റെ കബറ. മമ്മുക്കുട്ടി ഉസ്താദ് ഞങ്ങൾ ഇരാറ്റുപേട്ടയിൽ 22 വർഷമുണ്ടായിരുന്നു. ഏത് ബയാനും ഏത് പ്രസംഗത്തിലും ഇങ്ങനെ കരയും. മുഖലിസായ ഉസ്താദ്. മമ്മുക്കുട്ടി ഉസ്താദും ഓക്കെ ഉസ്താദും ശരീക്കന്മാരായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് മമ്മുക്കുട്ടി ഉസ്താദ് തന്നെയാ പറഞ്ഞത്, ഒതുക്കുങ്ങൽ പോയി ഉസ്താദിനെ കണ്ടിട്ട് വരാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മമ്മുക്കുട്ടി ഉസ്താദിന്റെ അടുത്ത് ഓതിയ ഒരു കുട്ടിയും ഹായിബായിട്ടില്ല. ഒന്നുകിൽ ഖതീബ്, അല്ലെങ്കിൽ മുദരിസ്, അല്ലെങ്കിൽ സദർ മുഅല്ലിം.
അല്ലെങ്കിൽ ഒരു ഖനിയ് ഗൾഫിൽ പോയി 10 കാശെങ്കിലും ഉണ്ടായിക്കൊണ്ട് വരും. എന്താണ് മമ്മക്കുട്ടി ഉസ്താദിന്റെ ആ ദറജ? നീ മണ്ണടിയിലും മായാതെ നിന്നിടും, നീ മണ്ണിൽ നേടും വിശിഷ്ട വ്യാഖ്യാതികൾ. കാലത്തിനാകില്ല നിന്നെ മറക്കുവാൻ, ലോകത്തിനാ